ശബരിമലയിൽ കണ്ഠരര് രാജീവരുടെ മകനെ പുതിയ തന്ത്രിയായി നിയമിക്കുന്ന കാര്യത്തിൽ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിക്കും. ഇന്നത്തെ ദേവസ്വം ബോർഡിന്റെ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഊഴം കണ്ഠരര് രാജീവരുടെ ആണെങ്കിലും മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് രാജീവര് ബോർഡിന് കത്ത് നൽകിയിരുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. മകനെ തന്ത്രിയാക്കണമെന്ന് സംബന്ധിച്ച ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തീരുമാനം ഉണ്ടാകുമായിരിക്കും. മോത്തി, ഗുഡ് മോർണിംഗ്. തന്ത്രി കണ്ഠരര് രാജീവര് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നിലധികം കേസുകളിൽ പ്രതിയായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണത്തെ ഊഴം അദ്ദേഹത്തിനാണെങ്കിൽ പോലും അദ്ദേഹം മകൻ ബ്രഹ്മദത്തന് ഈ ഒരു അവസരം നൽകാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം കത്തിലൂടെ ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. ദേവസ്വം ബോർഡ് ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി. ഉടൻ തന്നെ അത് സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത്. കാരണം ഹൈക്കോടതി അതിലൊരു തീരുമാനമെടുക്കട്ടെ, ഒരു തീരുമാനമെടുത്ത് കുഴപ്പത്തിലാകണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചത് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ്. അങ്ങനെയാണ് ഇന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ അജണ്ടയിൽ ഈ വിഷയം വരുന്നത്. ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിക്കും ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രി ആക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം. ദേവസ്വം ബോർഡിന് മുന്നിൽ മറ്റൊരു ഓപ്ഷനുമില്ല. കാരണം ചിങ്ങമാസം നട തുറക്കുമ്പോൾ പുതിയ തന്ത്രി സ്ഥാനം ഏൽക്കേണ്ടതുണ്ട്. നിലവിൽ മഹേഷ് മോഹനര് മുൻപ് തന്ത്രിയായിരുന്ന കണ്ഠരര് മോഹനരുടെ മകനാണ്. അതിന് പുറമെ പിന്നെ ശബരിമലയിൽ താന്ത്രിക ക്രിയകൾ ചെയ്യുന്നത് ഒന്ന് കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനുമാണ്. കഴിഞ്ഞതിന് മുൻപത്തെ തവണ ബ്രഹ്മദത്തൻ ശബരിമലയിൽ തന്ത്രിയായിരുന്നതുമാണ്. അപ്പോൾ ഇത്തവണ കണ്ഠരര് രാജീവര് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഈ കേസിൽ പ്രതിയായ കണ്ഠരര് രാജീവര് ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് പരിഗണിച്ച് ബോർഡിന് തീരുമാനമെടുക്കണമോ എന്നൊരു ആശയക്കുഴപ്പമായിരുന്നു. എന്തായാലും ബോർഡ് ഇപ്പോൾ തീരുമാനിക്കും. അപ്പോഴും ഈ തന്ത്രിയുടെ കത്ത്, ഈ കണ്ഠരര് രാജീവരുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡിലെ മറ്റ് രണ്ട് അംഗങ്ങളിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവർ അവരുടെ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം എല്ലാം വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് യോഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ വേറെ മാറ്റങ്ങളുണ്ടാവാൻ സാധ്യതയില്ല. ബ്രഹ്മദത്തനെ തന്നെ ആയിരിക്കാം ഇത്തവണ തന്ത്രിയായി തീരുമാനിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയും കുറവാണ്.